മൂന്നാർ യാത്രയുടെ 11ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ യാത്ര അവസാനിപ്പിച്ചത് പൂപ്പാറ ടൗണിൽ വെച്ചായിരുന്നു. പൂപ്പാറയിൽ നിന്ന് വീണ്ടും നമ്മൾ കമ്പം തേനി റൂട്ടിലാണ് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കമ്പം തേനി റൂട്ടിലേക്കുള്ള യാത്രയിലാണ്. വിശാലമായ റോഡ്, അടിപൊളി കാലാവസ്ഥ, തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. കൂടുതലും വനപ്രദേശങ്ങളാണ്, ഫോറസ്റ്റ് ഏരിയ ആണ് കൂടുതലും. അപ്പോൾ യാത്രയിൽ ചില സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് സാവധാനം പോകാം. പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ചെറിയ ചെറിയ കാഴ്ചകളുണ്ട് കേട്ടോ. അത്ര ഫേമസ് അല്ലാത്ത ചെറിയ ചെറിയ കാഴ്ചകൾ. അപ്പോൾ ഞാനങ്ങനെ ബോഡിമെട്ട് പാസ് ചെയ്ത് ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത, ഒരു സൈഡിൽ ഇതുപോലെയുള്ള മലകളും അതിൻ്റെ മറ്റ് സൈഡിൽ അല്ലെങ്കിൽ മറുവശത്ത് അഗാധമായ കൊക്കയാണ് കേട്ടോ. ഘാട്ട് റോഡാണ്. അടിപൊളിയായിട്ടുള്ളൊരു വൈബാണ് ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ. ഈ റോഡിൻ്റെ ഒരു കാഴ്ച, ദൂരെ നിന്നുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. വളഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വഴികൾ, നമ്മൾ ദൂരെ നിന്ന് അല്ലെങ്കിൽ നമ്മൾ മലമുകളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഈ ചുരം, വയനാട് ചുരമൊക്കെ കാണുന്നത് പോലെ വളഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ആ വഴികളൊക്കെ കാണാം. അത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഞാൻ കാണിച്ചു തരാം. വണ്ടി നിർത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ലെഫ്റ്റ് സൈഡ് അഗാധമായ കൊക്കയാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞ ഒരു സമയമാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള കോടയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കൊക്കയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള വ്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ല. നല്ല രീതിയിലുള്ള കോട ഇറങ്ങിയിരിക്കുന്നതാണ്. കോടയാണ് കാണുന്നത്. ഞാൻ ഒരുവിധമൊക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് ഇത്രയെങ്കിലും കാണാൻ പറ്റുന്നത്. ഇത് കണ്ടോ, നല്ല രീതിയിൽ കോടയുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ വഴി ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമുക്കിനി പോകാനുള്ള വഴികളാണ്. ഇത് ആ കാണുന്നത് നമുക്ക് പോകാനുള്ള വഴികളാണ് കേട്ടോ. ആ മലയുടെ ചെരുവിൽ കൂടെ പോയിട്ട് ഇങ്ങനെ താഴെ കൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ വേണം നമുക്ക് പോകാൻ വേണ്ടി. അതായത് കമ്പം തേനി റൂട്ടിലേക്ക് പോകാൻ വേണ്ടി ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. സൂം ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശമൊക്കെ കാണാം. കണ്ടോ, ആ മുകളിൽ കൂടെ കാണുന്ന വൈറ്റ്, അതിലേക്കൂടെ വന്നിട്ട് താഴെ കൂടെ ഇങ്ങനെ കറങ്ങി വേണം നമുക്ക് കമ്പം തേനി റൂട്ടിലേക്ക് കിടക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിപ്പോൾ ബോഡിമെട്ടാണ് കഴിഞ്ഞത്. ഇത് കണ്ടോ, വിശാലമായ തമിഴ്നാടിന്റെ പ്രദേശങ്ങളാണ് ഞാൻ കാണുന്നത്. ദൂരെ കാണുന്നതൊക്കെ തമിഴ്നാടിന്റെ ഭാഗങ്ങളാണ്. ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടെയൊക്കെ കോട ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ തമിഴ്നാട് സംസ്ഥാനത്തിലേക്ക്, അതായത് എപ്പിസോഡ് തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ആദ്യം കേരളത്തിൽ നിന്ന് യാത്ര തുടങ്ങി, തമിഴ്നാട്ടിൽ കയറി, തമിഴ്നാട്ടിൽ നിന്ന് വീണ്ടും കേരളത്തിൽ വന്നു, കേരളത്തിൽ നിന്ന് പിന്നെയും തമിഴ്നാട്ടിലേക്ക് വന്നിട്ട് വേണം നമുക്ക് കമ്പം തേനി റൂട്ടിലേക്ക് കടക്കാൻ വേണ്ടി. ചെറിയൊരു ജംഗ്ഷനാണ് കേട്ടോ. ചെറിയൊരു ജംഗ്ഷനാണ്. ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വണ്ടി നിർത്തേണ്ട കാര്യമില്ല, കാരണം 2 വീലർ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഫോറസ്റ്റ് ഏരിയയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ജനവാസ മേഖലയാണ്. ഇരുവശത്തും ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. കറക്റ്റ് ആ തമിഴ്നാട് മോഡൽ തന്നെയാണ് വീടുകളൊക്കെ. നമ്മളങ്ങനെ കമ്പം തേനി റൂട്ടിലേക്കുള്ള വഴിയിൽ ഏകദേശം എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇവിടെ ഒരു ജംഗ്ഷൻ എത്തോട്ടോ. നമ്മുടെ നാട്ടിലേക്കുള്ള ബൈപ്പാസ് പോലത്തെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇവിടുന്ന് എത്തും. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ 3 കിലോമീറ്റർ പോയാൽ തേനിയാണ്. അപ്പോൾ നമ്മൾ തേനിയിൽ മുന്തിരിത്തോട്ടം ഉണ്ട്. പക്ഷെ നമ്മൾ പോകുന്നത് തേനിയിലേക്കല്ല. നമുക്ക് കുറച്ചും കൂടെയൊക്കെ പരിചയവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് നമ്മുടെ കമ്പത്താണ്. അപ്പോൾ ഇവിടുന്ന് നേരെ റൈറ്റ് തിരിഞ്ഞാൽ നമുക്ക് കമ്പത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ കമ്പത്തേക്കാണ് പോകുന്നത് ഇവിടുന്ന്. ഈ റോഡ് നേരെ, അപ്പോൾ നേരെ ഈ റോട്ടിൽ കൂടെയാണ് നമുക്ക് പോകാനുള്ളത്. മറ്റിരുവശങ്ങളിലേക്കും റോഡുണ്ട്. അവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ തേനിയാണ്. ഈ റോഡ് പിന്നെ ഞങ്ങൾ സ്ട്രെയിറ്റ് കിടക്കുകയാണ്. ഒരു വളവോ തിരിവോ ഒന്നുമില്ല, സ്ട്രെയിറ്റ് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ മുന്തിരിത്തോട്ടമൊക്കെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചിന്തയൊക്കെ വരും. അതൊന്നും നമ്മൾ കരുതണ്ട. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ കമ്പം വഴി നമുക്ക് കുമളി ആ റൂട്ട് അങ്ങനെ നമ്മുടെ കുട്ടിക്കാനം ഒക്കെ ഇങ്ങനെ കറങ്ങി വരാം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ റൂട്ടിൽ വേറൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. തമിഴ്നാട്ടിൽ എല്ലാ സ്ഥലങ്ങളിലും കണ്ടുവരുന്നൊരു കാഴ്ചയാണ്. ഇത് കണ്ടോ, ഒരു ചേച്ചി ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്നുണ്ടോ. ഇപ്പം ഇവിടെ ഇങ്ങനെയൊക്കെ ഇരുന്ന് വരാം. ആ ബാക്കിൽ എത്ര പേര് വേണമെങ്കിലും ഇങ്ങനെ തിരിഞ്ഞിരുന്നോളും. ഇവിടെ ഒന്നും കുഴപ്പമില്ല. അപ്പം നമ്മളങ്ങനെ ഈ റൂട്ട് വരുമ്പോൾ ഇവിടെ ക്യാബേജ് കൃഷിയാണ് കേട്ടോ ഈ കാണുന്നത്.
ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ക്യാബേജ് കൃഷി, പച്ചമുളക്, അങ്ങനെ ഒരുപാട് കൃഷികൾ ഈ റൂട്ടിൽ വരുമ്പോൾ കാണാൻ സാധിക്കും. അതിമനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ കുറച്ച് ഭാഗത്ത് കരിമ്പാണ്. വേലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ആരും അതൊന്നും പൊടിച്ചൊന്നും കൊണ്ടുപോയില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതൊന്നും ഇങ്ങനെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. തുറസായ സ്ഥലങ്ങളിൽ ഒരു ഫെൻസിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് കരിമ്പ് നട്ടിരിക്കുന്നത്. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. നമ്മുടെ കമ്പത്തെ മുന്തിരിത്തോട്ടത്തിന്റെ ഉള്ളിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ അടുത്ത എപ്പിസോഡിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുമല്ലോ. കൂട്ടത്തിൽ താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മുടെ മുന്തിരിത്തോട്ടത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.